കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനായിട്ട് നാം ഇന്ന് ചിന്തിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വചനം. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഓ റീഖാമാന ഷാരവ ഉഷിഖാന ഉറവ. കർത്താവെ, ഈ മീഡിയയിലൂടെ കേൾക്കുന്ന എല്ലാവരുടെയും ബുദ്ധിയെ തുറക്കണമേ, ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ കർത്താവായ യേശു പറഞ്ഞ ഒരു ഉപമയാണ്. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമർ വസ്ത്രവും പട്ടും ധരിച്ചു ദിനം പ്രതി ആഡംബരത്തോടുകൂടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാന് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജോലിയിൽ കിടന്നു വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ആഗ്രഹം, അവൻ മരിച്ചു കഴിഞ്ഞാൽ, അവൻ എങ്ങനെ ജീവിച്ചാലും അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോവുക. സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്ന ഡ്യൂട്ടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെയാണ്. ഈ ജീവിച്ചിരുന്ന മനുഷ്യൻ അവൻ ജീവിച്ചിരുന്ന നാളിൽ എന്തു ചെയ്തു ചെയ്തില്ല എന്നുള്ളതല്ല, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്ന ഡ്യൂട്ടി അവരുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കുമാണുള്ളത്. ഇന്ന് ലോകം മുഴുവൻ എവിടെ നോക്കിയാലും നാം കാണുന്ന ഇതാ. യേശു കർത്താവ് അതുകൊണ്ട് ഒരു ഉപമയിലൂടെ ആ സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. എന്ത് സത്യം? മനുഷ്യൻ മരിക്കും നിശ്ചയം. മരണം ഉണ്ടായത് ആദാമ്യ പാപത്തിലൂടെയാണ് മരണം ഉണ്ടായത്. അനുസരണക്കേട് നിമിത്തം പറിച്ചു തിന്നരുതെന്ന് പറഞ്ഞ ഫലം പറിച്ചു തിന്നപ്പോൾ അവർ മരിക്കുമെന്ന് പറഞ്ഞു. അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു. ആത്മാവ് മരിച്ചു എന്ന് വെച്ചാൽ നിർജീവമായി. ശരീരം കൊണ്ടവർക്ക് ഭൂമിയിൽ വർഷങ്ങളോളം ജീവിക്കാൻ കഴിഞ്ഞു. അവരുടെ മക്കളാണ് ഈ ലോകത്തിലെ സകല മനുഷ്യരും. ആദാമിൻ്റെ ഹവ്വയുടെ മക്കളാണ് ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യരും ജനിച്ചു മരിച്ചു പോയവരും ഇപ്പോൾ ജനിച്ചു കൊണ്ടിരിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവരും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിൻ്റെ ഭാര്യയിൽ നിന്ന് സ്ത്രീയെ ഉണ്ടാക്കി. ആദാമിനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ ശ്വാസം അവൻ്റെ മേൽ ഊതിയപ്പോൾ, മൂക്കിൽ ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി മാറി. അങ്ങനെ ആത്മാവും ആ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു. ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ അവർ ജീവിച്ചിരുന്നു. കൽപ്പന ലംഘിച്ചപ്പോൾ അവർ ശേഷം ലോകമനുഷ്യരെ പോലെയായി മാറി. അവരുടെ മക്കളാണ്. അപ്പോൾ ഇവിടെ കർത്താവ് യേശു പറയുകയാണ്, ഈ ധനവാൻ, ഇവിടെ പറഞ്ഞ ഉപമയിലെ ധനവാൻ, അദ്ദേഹം ഭയങ്കര ധനവാനായിരുന്നു. ആ ധനവാൻ സ്വർഗത്തിൽ പോകത്തില്ലെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ധനവാന്റെ കാര്യം, അദ്ദേഹം ആഡംബരമായി സൂഹിച്ചു ജീവിച്ചു. പക്ഷേ തൻ്റെ വാതിൽക്കൽ കിടക്കുന്ന വ്രണം നിറഞ്ഞു കിടക്കുന്ന മനുഷ്യനെ നായ്ക്കൾ വന്ന് നക്കിയപ്പോഴും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു കുറ്റമാണുള്ളത്. എന്നാൽ നമ്മളാണെങ്കിൽ, ഇന്നത്തെ ഭൂമിയിലുള്ള മനുഷ്യരാണെങ്കിൽ പലരും വീട്ടുവാതിൽക്കൽ അങ്ങനെ ഒരു വ്യക്തി കിടന്നാൽ ഇദ്ദേഹം എന്തായാലും ഓട്ടിച്ചൊന്നും വിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മേശയിൽ നിന്ന് വീണ അപ്പം നുറുക്കുകൾ തിന്നാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നത്. നായ്ക്കളും വന്ന് തിന്നു, നായ്ക്കളും അവരണത്തെ നക്കും. ഇന്നാണെങ്കിൽ ഓട്ടിച്ചു വിടും ആൾക്കാർ. പിന്നെ കരുണയുള്ളവരും ദൈവഭക്തിയുള്ളവരും ദൈവഭയമുള്ളവരും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുകയോ മനസ്സാക്ഷിയുള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ നോക്കുമ്പോൾ ആ ധനവാന്റെ കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം ചെന്ന സ്ഥലമാണ് പാതാളം എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം തീജ്വാല, പാതാളം എന്ന് പറയുന്നത് ഭൂമിയെപ്പോലെ ഒരു ലോകം തന്നെയാണ്. ആ ലോകം ഭൂമിക്കടിയിലാണ്. പാതാളം ഉണ്ട് നിശ്ചയം. ഭൂമി ഉണ്ടെങ്കിൽ
ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ പാതാളം എന്ന് പറഞ്ഞ ഒരു ലോകമുണ്ട്. അവിടെ തീ കൊണ്ടുണ്ടാക്കിയ ഒരു ലോകം. അവിടെ തീജ്വാലയ്ക്കുള്ളിൽ ഇദ്ദേഹം കിടക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, ഈ തീജ്വാല കൊണ്ട് കത്തി എരിഞ്ഞു പോകത്തില്ല. ഈ തീജ്വാല കൊണ്ട് ഒരിക്കലും നശിച്ചു പോകത്തില്ല. ആ തീ ജ്വാലയ്ക്കകത്ത് കിടന്ന് വെന്ത് കിടക്കുന്നതല്ലാതെ അതിനവസാനമില്ല. അതിനൊരിക്കലും ഒരു അവസാനമില്ല. അങ്ങനെ അദ്ദേഹം അവിടെ കിടക്കുമ്പോൾ അദ്ദേഹം മുകളിലോട്ട് നോക്കിയെന്ന് വെച്ചാൽ ആ പാതാളത്തിൻ്റെ മുകളിലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഇരിക്കുന്ന സ്ഥലത്ത് പാതാളത്തിൽ പർദീസ് എന്ന സ്ഥലമുണ്ട്. അവിടെ തീയൊന്നുമില്ല. അവിടെ വിശുദ്ധന്മാർ ഇരിക്കുന്ന സ്ഥലമാണ്. ഇന്നെന്നാൽ സ്വർഗീയ പർദീസ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ തന്നെയാണ്. ഇന്ന് ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം സ്വർഗീയ പർദീസിലിരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഈ പാതാള പർദീസിലാണ് വിശുദ്ധന്മാർ ഇരുന്നിരുന്നത്. അപ്പോൾ അബ്രഹാം ഇരിക്കുന്ന അതേ സ്ഥലത്ത്, അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന അബ്രഹാം ഇരിക്കുന്ന ആ സ്ഥലം, ഇരുന്ന പാതാള പർദീസയിൽ ഈ ധനവാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ നമ്മുടെ ലാസർ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, അയ്യോ, ഞാനിവിടെ തീയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് കിടക്കുമ്പോൾ ലാസർ അവിടെ സന്തോഷം പ്രാപിച്ച്, അവിടെ നന്മ പ്രാപിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടും അസൂയയ്ക്കൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇദ്ദേഹം ഇവിടെ എന്താ പറയുന്നത്, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. എങ്ങോട്ട് അയക്കണമെന്നാ? ഈ പാതാളത്തിൽ ഈ തീജ്വാലയിൽ കിടക്കുന്ന ഇടത്തേക്ക് എന്നെ അയക്കണം. എന്തിനാ? ഇദ്ദേഹത്തിൻ്റെ നാവിനെ തണുപ്പിക്കാൻ പാതാളത്തിലേക്ക് അയക്കണമെന്നാണ്. ഇദ്ദേഹം കിടക്കുന്ന തീജ്വാലയിൽ മരിച്ചു കഴിഞ്ഞിട്ട് പോലും ആ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് അറിയാം. ദൈവം കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമേ എപ്പോഴും ദൈവത്തിൻ്റെ സനയെ മുട്ടുമടക്കത്തുള്ളൂ. എത്ര ദയ കാണിച്ചാലും ചിലർ ദൈവസനയെ മുട്ടുമടക്കത്തില്ല. എന്നാൽ ചിലർ ദൈവസനയിൽ മുട്ടുമടക്കും. ദൈവത്തിന് അറിയാം ആരോട് ദയ കാണിക്കണം, ആരോട് കരുണ കാണിക്കണം. അതുകൊണ്ടാണ് പറയും, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ പറയുക. അപ്പോഴാണ് പറയുന്നത്, അബ്രഹാം പറയുന്നത്, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. എൻ്റെ ഗ്രാൻഡ് പേരൻസൊക്കെ മരിച്ച സമയത്ത് കുർബാന ചൊല്ലി അവരുടെ പേരിൽ പള്ളിയിൽ കുർബാനയൊക്കെ ചൊല്ലുമായിരുന്നു. അതുപോലെ ബിഷക്കാർക്ക് ആഹാരം കൊടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ മദ്യപിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു തമാശയായിട്ടൊക്കെ തോന്നും. എന്ത് വൃത്തികേടായി കാണിച്ചെന്നൊക്കെ മനസ്സിൽ തോന്നും, അപമാനം തോന്നും, ലജ്ജ തോന്നും. പക്ഷേ അന്ന് അതൊക്കെ ഒരു വിശ്വാസം പോലെ അത് ചെയ്യുമായിരുന്നു. സ്വർഗത്തിൽ ഇവരെ എങ്ങനെയെങ്കിലും കയറ്റി കൊണ്ടുപോകും, വള്ളിയിൽ അച്ഛന്മാർ കുർബാന ചൊല്ലുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ഈ തിരുവെഴുത്ത് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഒരു ജാതിക്കാരെയും ഒരു ഗോത്രക്കാരെയും ഒരു വംശക്കാരെയും ഒരിക്കലും പാതാളത്തിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, സ്വർഗത്തിൽ നിന്ന് പാതാളത്തിലും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇത് സത്യം പറഞ്ഞാൽ ദൈവവചനവും ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളിലൂടെ, വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ടും അത് മനഃപൂർവ്വമായി അത്തരം ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് ഭയങ്കര ശിക്ഷാവിധിയാണ്. ഇപ്പോൾ ഇതൊക്കെ അങ്ങ് നടക്കും, ഭൂമിയിൽ ഇതൊക്കെ അങ്ങ് നടക്കും. മരിച്ചു കഴിഞ്ഞുള്ള ശിക്ഷ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ ജനത്തെ മുഴുവൻ തെറ്റിച്ച്, ജനത്തെ തിന്മയിലേക്കും ദോഷത്തിലേക്കും നയിച്ച് അവരെ പാതാളത്തിലേക്കും നിത്യനരകത്തിലേക്കും കൊണ്ടുപോകുന്നവർക്കൊക്കെ വലിയ ശിക്ഷാവിധികളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോരോരം ബൈബിൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ഉപദ്രവിച്ചാലും, ഞങ്ങളെ ദണ്ഡിപ്പിച്ചാലും, ഞങ്ങളെ അപമാനപ്പെടുത്തിയാലും ഒക്കെ ഞങ്ങളിത് വിളിച്ചു പറയുന്നതിൻ്റെ ഉദ്ദേശം, ഞങ്ങളെ ഭരമേൽപ്പിച്ച ഈ ദൗത്യങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ടമെന്ന് ഞങ്ങളോട് തന്നെ ദൈവം പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിത് വിളിച്ചു പറയുന്നത്. ഇവിടെ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ സഹോദരന്മാർ കുറച്ച് പേര് വീട്ടിലുണ്ട്, അവരുടെ അടുക്കൽ ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ അപ്പൻ്റെ വീട്ടിൽ ഈ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ പോകാൻ അനുവദിക്കണം, എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. മരിച്ചവന് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ പാതാളത്തിൽ നിന്ന് ഈ പർദീസയിലോട്ട് പോകാൻ പോലും പറ്റത്തില്ല, പിന്നെ എങ്ങനെ ഭൂമിയിലേക്ക് അയക്കുന്നത്? എന്നാൽ ഭൂമിയിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഭൂതങ്ങൾ, പ്രേതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ ഭയപ്പെടുന്നുണ്ട്.
വാസ്തവത്തിൽ ഈ മരിച്ചവരുടെ രൂപത്തിലും വേഷത്തിലും ഭാവത്തിലും കടന്നു വരുന്നവർ മരിച്ചവരല്ല. അവരുടെ വേഷത്തിൽ കടന്നു വരുന്നത് പാതാളത്തിൽ പ്രവർത്തിക്കുന്ന പിശാചുക്കളാണ്. പാതാളത്തിൽ സാത്താൻ സിംഹാസനം വെച്ചിട്ടുണ്ട്, അവൻ്റെ ദൂതന്മാരാണ്. അതുകൊണ്ട് അവരാണ് ഈ കയറി വന്ന് ഭൂമിയിൽ മനുഷ്യരെ ഭയപ്പെടുത്തുന്നതും അതുപോലെ വേണ്ടാത്ത സ്വപ്നങ്ങൾ ദർശനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, സ്വപ്നത്തിൽ പീഡിപ്പിക്കുന്നത്, ഭയപ്പെടുത്തുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് പൈശാചി ദൂതന്മാരാണ്. അപ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഈ മരിച്ചുപോയവർ എപ്പോഴും സപ്പോർട്ടായിരിക്കും. അവിടെ തന്നെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ മരിച്ചുപോയി, അവൻ്റെ ജഡവും നശിച്ചു, അവൻ്റെ എല്ലാം നശിച്ചതിന് ശേഷം അവൻ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഈ അന്ധവിശ്വാസങ്ങളും ഈ പിശാചി ഭൂമിയിൽ കാണിക്കുന്ന ഈ വേണ്ടാത്ത കാര്യങ്ങൾ, ഇതിൻ്റെ പ്രവൃത്തികൾ അഴിച്ചു കളയാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷമായെന്ന് ബൈബിൾ പറയുന്നു. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയിലൂടെ ഹവ്വായിലൂടെ പാപം ഭൂമിയിൽ, ഹവ്വായിലൂടെ ആദാമിലൂടെ മനുഷ്യനെ പാപികളാക്കി മാറ്റിയതുകൊണ്ട് സ്ത്രീയുടെ സന്തതിയായി ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ഭൂമിയിലേക്ക് വന്നു. ആ സ്ത്രീയുടെ സന്തതിയായ യേശു ക്രിസ്തു തന്നെ ഈ ഹവ്വായെ കൊണ്ട്, ആദാമിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച സാത്താൻ്റെ തലയെ കാൽവരി ക്രൂശിൽ തകർത്ത് അവൻ്റെ കയ്യിലിരുന്നിരുന്ന മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശു ക്രിസ്തുവിൻ്റെ കയ്യിലായിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, വെളിപ്പാട് പുസ്തകം 1:18 പറയുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് യേശുവിൻ്റെ കയ്യിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ സഭയെ മരണത്തിനോ പാതാളത്തിനോ തൊടാൻ ദൈവം അനുവദിക്കുന്നതല്ല. എന്നാൽ അതുപോലെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ബാധകളൊന്നും തൊടാതിരിക്കത്തുള്ളൂ. ക്രിസ്തുവിൽ അല്ലാതെ ജീവിതം നയിക്കുന്നുവെങ്കിൽ, രക്ഷിക്കപ്പെട്ടാലും ശരി, സ്നാനപ്പെട്ടാലും ശരി, അഭിഷേകം പ്രാപിച്ചാലും ശരി, ബൈബിളിലെ വചനം തെറ്റിച്ച് കർത്താവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ മാത്രമേ പിശാചിന് ഈ ജനത്തിൻ്റെ മേൽ അധികാരം വരുന്നുള്ളൂ, പിശാച് പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ ഈ ഭൂമിയിലെ ഒരു പുരോഹിതന്മാർക്കും ഒരു പ്രവാചകന്മാർക്കും ആർക്കും തന്നെ ഒരു മതത്തിലെ ഒരു ജാതിയിലെയും അധികാരികൾക്ക് ദൈവം അധികാരം കൊടുത്തിട്ടില്ല. ഇതെല്ലാം വെറുതെ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ബൈബിളിൽ പറയുന്നത്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിലുള്ള എൻ്റെ അടുക്കൽ നിങ്ങൾ കടന്നു വരുവീൻ, എന്നെ രക്ഷകനായി സ്വീകരിപ്പീൻ. എന്നെ രക്ഷകനായി സ്വീകരിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ബൈബിൾ പറയുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിൽ ജനിച്ചു ക്രിസ്തുവിൽ മരിക്കുന്നുവെങ്കിൽ അവൻ്റെ ആത്മാവ് സ്വർഗത്തിൽ ദൈവം ഇരുത്തിയിരിക്കുന്നു. അവന് സ്വർഗീയ പ്രതീക്ഷയിൽ അവന് പ്രവേശിക്കാൻ കഴിയും. കർത്താവിൻ്റെ ആ രഹസ്യ വരവിന് ശേഷം നമുക്ക് നിത്യമായി കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് വാഴുവാൻ തക്ക നിലവാരത്തിൽ സ്വർഗീയ പ്രതീക്ഷയിൽ, ആമേൻ, സ്തോത്രം, സ്വർഗത്തിൽ ആമേൻ. അതുപോലെ തന്നെ നമുക്ക് 1000 ആണ്ട് പാഴ്ചക്കാലം കർത്താവിനോടുകൂടി ഈ ഭൂമിയിൽ വാഴുവാനും പിന്നത്തെ നിത്യമായി നിത്യനിത്യവും കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ വാഴുവാനും കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് യഥാർത്ഥമായി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ ആ പാദപീഠത്തിൽ മുട്ടുമടക്കിക്കൊണ്ട് മരണപര്യന്തം വിശ്വസ്തയോടെ കർത്താവിനെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുമെങ്കിൽ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് വിശ്വസിക്കുന്ന ജനത്തിന് കർത്താവേ, അങ്ങ് സ്വർഗം തുറന്നു വച്ചിരിക്കുമ്പോൾ യേശുവേ, അങ്ങയുടെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി സ്വർഗത്തിലേക്കുള്ള വഴി അങ്ങ് തുറന്നിരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി ഗ്രഹിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാനുള്ള കൃപ, അഭിഷേകം കർത്താവേ, ദൈവ സാന്നിധ്യം, ദൈവീയ ജ്ഞാനം, ദൈവീയ പരിജ്ഞാനം, ദൈവീയ വെളിപ്പാട് അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാ ജനത്തിനും ഉണ്ടാകേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനായി ജനത്തിൻ്റെ ബുദ്ധിയെ തുറക്കണം, ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം, മനസ്സിനെ തെളിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.